ഹലോ ഫ്രണ്ട്സ്, നമസ്കാരം. എല്ലാവർക്കും ഈറ്റ് ആൻഡ് സീ ചാനലിലേക്ക് സ്വാഗതം. നമ്മളൊരു ഡിന്നർ താലി കഴിക്കാൻ വന്നതാണ്. അൺലിമിറ്റഡ് താലി. അൺലിമിറ്റഡ് എന്ന് പറയുമ്പം ഇവിടെ ചപ്പാത്തി കിട്ടും, പൂരി കിട്ടും, പിന്നെ ദാൽ, 3 സബ്ജി, അതുപോലെ സാലഡ്, പാപ്പഡ്, അച്ചാർ, കുടിക്കാൻ ഒരു ഗ്ലാസ് ഛാസ് അല്ലെങ്കിൽ മോര്. ഇതൊക്കെയാണ് താലിയിൽ വരിക. ഇതിന് മുമ്പേ ഈ താലി, ഈ റെസ്റ്റോറൻറ്റ് ഇത് മുംബൈയിലാണ്. നവി മുംബൈ ബേലാപ്പൂരിലാണ് നമ്മൾ പരിചയപ്പെടുത്തിയിട്ടുണ്ട് ഇതിന് മുമ്പേ. അപ്പോൾ പഴയ വീഡിയോസ് നോക്കിക്കഴിഞ്ഞാൽ ഈ റെസ്റ്റോറൻറ്റ് പേര് കിട്ടും, അഡ്രസ്സ് കിട്ടും. ഹോട്ടൽ ബ്ലൂ ഡയമണ്ട്. രാജസ്ഥാനി താലി ഇവിടെ ഇവർ സെർവ് ചെയ്യുന്നത്. അപ്പോൾ നമുക്ക് ആദ്യം തന്നെ അവിടെ റൈറ്റിൽ ഫസ്റ്റ് കാണുന്നത് പനീർ കറി. രണ്ടാമതൊരു സബ്ജിയാണ്. സബ്ജി എന്ന് പറയുമ്പോൾ പൊട്ടിക്കയും ചെറുപയർ പരിപ്പും കൂടെയുള്ള സബ്ജി, പിന്നെ ഒരു ആലു കറി, ഉരുളക്കിഴങ്ങിൻ്റെ കറി, പിന്നെ നമ്മൾ എല്ലായിടത്തും കിട്ടുന്ന പോലെ ദാൽ. വെള്ളം പോലെയുള്ള ദാലല്ല, കട്ടിയുള്ള ദാലാണ്. അപ്പോൾ നമുക്കിവിടെ കാണാം പൂരിയാണ്. ഇവിടെ പൂരി കിട്ടും, അൺലിമിറ്റഡ് റോട്ടി കിട്ടും, അൺലിമിറ്റഡ് റോട്ടി കിട്ടും. പിന്നെ ഇതെല്ലാം കഴിച്ച് കഴിഞ്ഞിട്ട് നമുക്ക് അവസാനം ചോറും കിട്ടും. അപ്പോൾ ഇതൊക്കെയാണ് താലിയിൽ നമ്മൾ സാധാരണ കൊടുത്തുകൊണ്ടിരിക്കുന്നത്, അല്ലെങ്കിൽ നമുക്കിവിടെ താലി എന്ന് പറയുമ്പോൾ കിട്ടുന്നത്. ഗുജറാത്തി താലിയുണ്ട്. ഡിഷസിൽ മാറ്റം വരും, സ്റ്റാർട്ടറിൽ മാറ്റം വരും, കൊടുക്കുന്ന കറിയിൽ മാറ്റം വരും. ഗുജറാത്തി താലിയിൽ, അതുപോലെ രാജസ്ഥാനി താലിയിലും മാറ്റങ്ങൾ വരും. മറാഠി താലി കിട്ടും ഇവിടെ, സിന്ധി താലി കിട്ടും. ഇത് രാജസ്ഥാനി താലി. ചിലപ്പം ചില കറിയിൽ മധുരം ഉണ്ടാവും, പക്ഷേ രാജസ്ഥാനി താലി പൊതുവെ നല്ല ടേസ്റ്റാണ്. ഇത് ഒരു വിപുലമായിട്ടുള്ള ഒരു താലിയല്ല. ചില താലികൾ കുറേ എലാബറേറ്റ് ആയിട്ട് കുറേ കറികളും സ്വീറ്റ്സും. ഇവിടെ സ്വീറ്റ്സും ഉണ്ട്. എന്തെങ്കിലും ഒരു സ്വീറ്റ് കിട്ടും, ഗുലാബ് ജാമുനോ. അധികം ഗുലാബ് ജാമുനാണ് കൊടുക്കൽ, അല്ലെ പേടയോ, അങ്ങനെ എന്തെങ്കിലും ഒരു സ്വീറ്റും ഉണ്ടാവും. അപ്പം ഇതൊക്കെയാണ് ഇവിടെ താലിയിൽ കിട്ടുക. എലാബറേറ്റ് ആയിട്ടുള്ള താലി വരുമ്പോൾ പിന്നെ 220, 250, 350 അങ്ങനെ ഓരോ റേറ്റ് പോവും. ഇതൊരു എക്കണോമിക്കൽ താലിയാണ്. നമുക്ക് വേണ്ടത്ര കഴിക്കാം, വയറ് നിറയും. കറികളെല്ലാം നല്ലതാണ്. സബ്ജികൾ ഓരോ ദിവസവും മാറിക്കൊണ്ടിരിക്കും. ദാൽ കോമൺ ആണ്. അപ്പം ഇതൊക്കെയാണ് താലി വിശേഷങ്ങൾ. ഒന്ന് പരിചയപ്പെടുത്തിയിട്ടേ ഇല്ലൂ. ബാക്കി കാര്യങ്ങളെല്ലാം നിങ്ങൾക്ക് വീഡിയോ കാണാം. ഓക്കേ. अभी സബ്ജികളും കറികളും റോട്ടിയും പൂരിയെല്ലാം ഇങ്ങനെ വഴിക്ക് വന്നുകൊണ്ടിരിക്കും. റീഫിൽ ഇങ്ങനെ ചെയ്തുകൊണ്ടിരിക്കും. ഒരു മടിയില്ല, ചോദിച്ചാൽ മതി. അപ്പോൾ താലിയെല്ലാം കഴിക്കുമ്പോൾ നമ്മൾ അവരഥവാ ചിലയാൾക്ക് മടിയാണ്. ചിലയിടത്ത് റീഫിലെല്ലാം ഒന്ന് പെട്ടെന്ന് ചെയ്തില്ല, വിളിച്ച് നമ്മൾ തന്നെ എല്ലാം ചെയ്യിപ്പിക്കുക, വേണ്ടതുപോലെ കഴിക്കുക. ഇതിപ്പോൾ പൂരിയും ചപ്പാത്തീൻ്റെ മുകളിൽ തന്നെയാണ് വെച്ച് പിടിക്കുന്നത്. നല്ലോണം ഏകദേശം പൂരി തന്നെയാണ്. പൂരി നല്ല ടേസ്റ്റ് ഉണ്ട്. അതിൻ്റെ കൂടെ ചപ്പാത്തി ഫുൾക്ക, തീൻ്റെ മുകളിൽ
നല്ലോണം പൊള്ളിച്ചെടുത്ത് നല്ല പപ്പടം പോലെ ഇങ്ങനെ പൊന്തി വരും. അതാണ് ഫുൾക്ക. എല്ലാ കറിയും ടേസ്റ്റ് ഉണ്ട്. ചില ദിവസങ്ങളിൽ സബ്ജികൾ ചിലപ്പോൾ നമുക്ക് ഇഷ്ടപ്പെട്ടെന്ന് വരില്ല. പക്ഷേ ഇന്ന് ഈ കഴിച്ച സബ്ജികൾ, ഉരുളക്കിഴങ്ങിൻ്റെ സബ്ജി ആയാലും ദാലായാലും അതുപോലെ പനീറായാലെല്ലാം ഇന്ന് നല്ല ടേസ്റ്റ് ഉണ്ട്, നല്ല എരിവെല്ലാം ഉണ്ട്. ചിലപ്പോൾ ചില കറിയിൽ മധുരമായിരിക്കും. പനീർ കറിയോ അല്ലെങ്കിൽ കടി എന്ന് പറഞ്ഞിട്ടില്ല അങ്ങനെയുള്ള കറികളെല്ലാം ഉണ്ട്. ചിലപ്പോൾ മധുരമായിരിക്കും, നമുക്കത് എപ്പോഴും ഇഷ്ടപ്പെട്ടെന്ന് വരില്ല. പക്ഷെ ഇന്ന് കിട്ടിയ കറിയെല്ലാം സ്പൈസി ആയിരുന്നു. എനിക്ക് ഈ സ്പൈസി എന്നുമ്പോൾ മൂക്കുന്നെല്ലാം വെള്ളം വരും. അപ്പോൾ ചെറുതായിട്ട് മൂക്കുന്നെല്ലാം ഒന്ന് വെള്ളമെല്ലാം വന്ന് തുടങ്ങി. ഏതായാലും ടേസ്റ്റ് ഉണ്ട് ഭക്ഷണം. നീറ്റ് ഭക്ഷണമാണ്, നല്ല നീറ്റ് ആൻഡ് ക്ലീൻ. നല്ല രീതിയിൽ അവർ കിച്ചണിൽ പ്രിപ്പയർ ചെയ്യുന്നതാണ്. വേറെ ഒരു പ്രശ്നമില്ല. വെജിറ്റേറിയൻ ഭക്ഷണമാണെങ്കിലും ടേസ്റ്റില്ല, നല്ലൊരു ഭക്ഷണം തന്നെയാണ്. അപ്പോൾ നിങ്ങളും കഴിച്ചു നോക്കുക. രാജസ്ഥാനി താലി, ഗുജറാത്തി താലി എല്ലാം ഒരു പ്രത്യേക ടേസ്റ്റാണ്. നമ്മളെ മലയാളി ഭക്ഷണം പോലെയല്ല, വേറെ തന്നെ ഒരു രസമാണ്. എന്തായാലും എനിക്കിഷ്ടമാണ്, നിങ്ങൾക്കും ഇഷ്ടമാവുമെന്ന് വിചാരിക്കുന്നു. താലി വയറിറച്ചും കഴിക്കുക. ഓക്കെ, എൻജോയ്. ഇന്നത്തെ കറിയെല്ലാം നല്ല രസമുണ്ട്. പൂരി പൂരി പിന്നെ കുടിക്കാം. ബൈക്ക് പോകുമ്പോ ലാസ്റ്റില് അച്ഛൻ തടുക്കും. ബൈക്ക് പിന്നെ കുടിക്കാം. ഇതില്ല Thumbs up.
പൂരിയും ചപ്പാത്തിയെല്ലാം കഴിച്ച് എണ്ണമൊന്നും എടുത്തിട്ടില്ല. ഏതായാലും വയറ് നിറച്ചും പൂരിയും ചപ്പാത്തിയെല്ലാം കഴിച്ച് അവസാനം വേണ്ടി വന്നിട്ടില്ല ചോറ്. എന്നാലും ഒരു മര്യാദയില്ല നമ്മൾ താലി കഴിക്കുമ്പോൾ. ആ ഒരു മര്യാദ പാലിച്ചിട്ട് കുറച്ച് ചോറ് മേടിച്ചു, ഒരു 1/4 സ്പൂൺ ചോറ്, അതും ദാലും കൂടെ കൂട്ടി കഴിക്കുക. പച്ചരിച്ചോറല്ല, ലോങ് ഗ്രെയിൻ റൈസ്. ദാല് നല്ല ടേസ്റ്റാണ് ഈ പച്ചരിച്ചോറിൻ്റെ കൂടെ. നമ്മളെ പുഴുങ്ങലരിച്ചോറും അല്ലെങ്കിൽ ഈ പറഞ്ഞ കുത്തരിച്ചോറിനൊന്നും ദാല് പറ്റൂല. അതിനെല്ലാം തേങ്ങ അരച്ച സാമ്പാർ മാത്രമേ പറ്റൂ. അപ്പോൾ പച്ചരിച്ചോറിനാണ് ദാലൊരു നല്ല കോമ്പിനേഷൻ. അതിൻ്റെ കൂടെ പച്ച ഉള്ളിയും കക്കിരിക്കയും പച്ചമുളകും അച്ചാറെല്ലാം കൂട്ടി. ഏതായാലും ചോറ് അങ്ങോട്ട് കഴിഞ്ഞു. ഇന്നത്തെ താലി കഴിച്ച് വയറും നിറഞ്ഞ് മനസ്സും നിറഞ്ഞ്. അപ്പോൾ അടുത്ത വീഡിയോ ആയിട്ട് നമ്മൾ വരുന്നതായിരിക്കും. അണ്ടിൽ ദെൻ